എല്ലാവർക്കും നമസ്കാരം. ടെമ്പസ്റ്റ് ടു ഒറിജിനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഫോക്കസ് പോയിന്റ് ഇതാ വന്നു കഴിഞ്ഞു. എങ്ങനെ പഠനം എളുപ്പത്തിലാക്കാം, അതുപോലെ 100% മാർക്ക് ഉറപ്പാക്കി എങ്ങനെ മുന്നോട്ട് പോകാം, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദമായി പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ ക്ലാസ്സിൽ പ്രധാനമായും +1 ബോട്ടണിയിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ, അതിൻ്റെ സിലബസ് വിശദമായി മലയാളത്തിൽ കൂടി വിവരിക്കുന്നു. കൂടാതെ അതിനുശേഷം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടുത്തുന്നു. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്കിൽ വരൂ കൂട്ടുകാരെ, നമ്മൾക്ക് പാഠഭാഗത്തേക്ക് വിശദമായി കടക്കാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇതിൽ ടേബിൾ 2.1 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ 5 കിങ്ഡംസ്. ഇതിൽ RH വിറ്റാക്കേഴ്സ് ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനായിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ് 2.3 കിങ്ഡം ഫംഗൈ, ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ഫംഗൈ, പേജ് നമ്പർ 22, 23. നെക്സ്റ്റ് 2.6 വൈറസസ്, പേജ് നമ്പർ 25 ആൻഡ് 26. വൈറസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ മുഖ്യമായും പഠിക്കാനായിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഒന്ന് വിശദമായി നോക്കാം. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ RH വിറ്റാക്കർ 1969. RH വിറ്റാക്കറാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. 2 കിങ്ഡവും 3 കിങ്ഡവും 4 കിങ്ഡവും എല്ലാം ഉണ്ടായിരുന്നു. അതിനെല്ലാം ചില പോരായ്മകളുണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിക്കപ്പെടുന്നത് RH വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ വന്നതോടെയാണ്. ഇതിൽ മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, എനിമേലിയ 5 പ്രധാനപ്പെട്ട കിങ്ഡംസ് ആണ് ഉൾപ്പെടുന്നത്. പ്രധാനമായും ക്ലാസിഫിക്കേഷനിലെ മെയിൻ ക്രൈറ്റീരിയ, ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചാണ് 5 കിങ്ഡം ഉണ്ടാക്കിയത്. സെൽ സ്ട്രക്ചർ, പ്രോകാരിയോട്ടാണോ യൂകാരിയോട്ടാണോ എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. താലസ് ഓർഗനൈസേഷൻ, ബോഡി ഓർഗനൈസേഷൻ, യൂണിസെല്ലാർ ആണോ മൾട്ടിസെല്ലാർ ആണോ തുടങ്ങിയ കാര്യങ്ങൾ. മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഫോട്ടോസിന്തറ്റിക് ആണോ ഓട്ടോട്രോഫിക് ആണോ ഹെട്രോട്രോഫിക് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പ്രധാനമായി നോക്കുന്നു. റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, എവല്യൂഷണറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും പരിഗണിക്കുന്നു. ഇങ്ങനെയുള്ള മെയിൻ ക്രൈറ്റീരിയയാണ് RH വിറ്റാക്കർ ക്ലാസിഫിക്കേഷന് ഉപയോഗിച്ചത്. അതിനെ കാണിക്കുന്ന ഒരു ചാർട്ട് ഇപ്പുറത്തുണ്ട്. ആ ചാർട്ട് നിങ്ങളൊന്ന് നോക്കുക. ആ ചാർട്ടിൽ ക്യാരക്ടേഴ്സ്, സെൽ ടൈപ്പ്, അതിൽ മൊണീറ മാത്രമാണ് പ്രോകാരിയോട്ട്, ബാക്കിയുള്ളതെല്ലാം യൂകാരിയോട്ടിക് ആണ്. നെക്സ്റ്റ് സെൽ വാള്. അതിൽ മൊണീറയുടെ സെൽ വാളിന്റെ നേച്ചർ എന്താണ്? നോൺ സെല്ലോസിക് ആണ്. പ്രധാനമായിട്ടും പോളിസാക്കറൈഡും അമിനോ ആസിഡും ചേർന്നതാണ്. പ്രോട്ടിസ്റ്റയില് ചിലതിലാണ് സെൽവാൾ പ്രസന്റ് ആയിട്ടുള്ളത്. ഫംഗൈ കൈറ്റിനും പോളിസാക്കറൈഡും അടങ്ങുന്ന ഒരു സെൽവാൾ കോമ്പോസിഷനാണ്. പ്ലാന്റയില് സെല്ലുലോസ് ആണല്ലോ. എനിമേലയിലെ സെൽവാള് ആബ്സെന്റ് ആണ്. നെക്സ്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ മൊണീറയിലാണ് ആബ്സെന്റ് ആയിട്ടുള്ളത്, ബാക്കിയുള്ള എല്ലാ കിങ്ഡത്തിലും പ്രസന്റ് ആണ്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രോട്ടിസ്റ്റയിലും ഫംഗയിലും പ്ലാന്റയിലും എനിമേലിയിലും എല്ലാം പ്രസന്റ് ആണ്. മൊണീറയിൽ മാത്രം ആബ്സെന്റ് ആണ്. ബോഡി ഓർഗനൈസേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ സെല്ലുലാർ നേച്ചറാണ് മൊണീറയിലും പ്രോട്ടിസ്റ്റയിലും. കാരണം അവിടെയെല്ലാം സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ് കാണുന്നത്. ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പുകളും ഫംഗൈ, പ്ലാന്റ്, എനിമേലിയ മൾട്ടി സെല്ലുലാർ ടൈപ്പാണ്. ഫംഗയിലെ ലൂസ് ടിഷ്യൂ അത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആണ്. പ്ലാന്റയിലെ ടിഷ്യൂ, ഓർഗൻ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. എനിമേലിയയിലെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഓർഗൻ സിസ്റ്റവും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂട്രീഷനാണ്. ഇതിലെ മൊണീറയിലെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, ഇതിൽ ഫോട്ടോസിന്തറ്റിക്കും കീമോസിന്തറ്റിക്കും കാര്യങ്ങൾ ഉൾപ്പെടുകയാണ്. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഫുഡ് ഉണ്ടാക്കുന്നവരാണ് ഫോട്ടോസിന്തറ്റിക്. ഒരു കെമിക്കൽ
കോമ്പൗണ്ടിനെ ഓക്സിഡേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എനർജി കിട്ടുന്ന ജീവികളാണ് കീമോസിന്തറ്റിക് ടൈപ്പ്. ഇതിൽ ഹെട്രോട്രോഫ്സിന്റെ പ്രത്യേകത അവരിൽ സാപ്രോഫൈറ്റ്സും പാരസൈറ്റ്സും വരുന്നുണ്ട്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഹെട്രോട്രോഫ്സിലെ സാപ്രോഫൈറ്റ്സ് ദേ ഗ്രോ ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ, പാരസൈറ്റ്സ് ദേ ഗ്രോ ഓൺ ലിവിങ് ഓർഗാനിസം, അങ്ങനെയുള്ളവർ കാണുന്നത്. നെക്സ്റ്റ് പ്രോട്ടിസ്റ്റ്. അവിടെ ഓട്ടോട്രോഫിക് ഫോംസ് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ആണ് കൂടുതലും കാണുന്നത്. ഹെട്രോട്രോഫിക് ഫോംസും ഉണ്ട്. ഫംഗൈ. ഇവിടെ മുഖ്യമായും ഹെട്രോട്രോഫ്സ് മാത്രമേ ഉള്ളൂ. അതിൽ സാപ്രോഫൈറ്റ്സും പാരസൈറ്റ്സും വരുന്നുണ്ട്. പ്ലാന്റ്. അവിടെ ഓട്ടോട്രോഫിക് ഫോംസ് മാത്രമേ ഉള്ളൂ, ഫോട്ടോസിന്തറ്റിക് ടൈപ്പാണ്. എനിമേലിയ. ഹെട്രോട്രോഫിക് ഫോംസ് മാത്രമേ ഉള്ളൂ, മിക്കവാറും ഹോളോസൈക്ക് സാപ്രോഫൈറ്റിക് തരത്തിലുള്ള ന്യൂട്രീഷനാണ്. എനിമൽസിലെ ഫുഡ് ടേക്കൺ ബൈ ഇൻജക്ഷൻ, അതുപോലെ സാപ്രോഫൈറ്റിക്, ഇത്തരം കാര്യങ്ങളാണ് എനിമേലിയയിൽ കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ചാർട്ടിൽ നിന്ന് സെൽ ടൈപ്പ്, സെൽ വാള്, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഇത്തരം ക്യാരക്ടേഴ്സ് പ്രയോജനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഇത്തരം ക്യാരക്ടേഴ്സ് മാനദണ്ഡമാക്കിയെടുത്ത് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, എനിമേലിയ തുടങ്ങിയ കിങ്ഡംസ് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. കിങ്ഡം ഫംഗൈ. ദേ ആർ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ്, അബ്സോർബ് soluble organic matter from dead substrates. ഇവർ സാപ്രോഫൈറ്റ്സ് എന്നറിയപ്പെടുന്ന വിഭാഗമാണ്. Those that depends on living plants and animals are called parasites. അതായത് ഡെഡ് ഓർഗാനിക് മാറ്ററിന് മീതെ വളരുന്നവരാണ് സാപ്രോഫൈറ്റ്സ്. ലിവിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽസ് ഇവയുടെ മീതെ വളരുകയും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുകയുമാണ്. അത്തരക്കാരാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ മറ്റൊരു കാര്യമുണ്ട്, ചില സിംബയോട്ടിക് അസോസിയേഷൻസ് ഫോം ചെയ്യുന്ന ഓർഗാനിസംസ്. ഇവിടെ സിംബയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഫംഗൈ ഫോംസ് അസോസിയേഷൻ വിത്ത് ആൽഗെ. ഇറ്റ് ഈസ് കോൾഡ് ലൈക്കൻ. ആൽഗയും ഫംഗസും തമ്മിലുള്ള അസോസിയേഷൻ ലൈക്കൻ എന്നാണ് പറയുക. റൂട്ടും ഫംഗസും തമ്മിലുള്ള അസോസിയേഷൻ മൈക്കോറൈസ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ സിംബയോട്ടിക് അസോസിയേഷൻ രണ്ട് തരത്തിൽ കാണുന്നുണ്ട്. ലൈക്കനും മൈക്കോറൈസയുമാണ് ഇതിനുള്ള എക്സാമ്പിൾ. നെക്സ്റ്റ്, സാലിയന്റ് ഫീച്ചേഴ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഫംഗസിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? അതിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഫസ്റ്റ്, ഈസ്റ്റ് ഈസ് യൂണിസെല്ലാർ ഫംഗസ് ബട്ട് അതേഴ്സ് ആർ മൾട്ടി സെല്ലാർ. ഈസ്റ്റ് മാത്രമാണ് സിംഗിൾ സെൽഡ് ആയിട്ടുള്ളത്, ബാക്കിയുള്ളെല്ലാം മൾട്ടി സെല്ലുലാർ ആണ്, മെനി സെൽഡ് ഓർഗാനിസംസ് ആണ്, അല്ലെങ്കിൽ ബോഡീസ് മേഡപ്പ് ഓഫ് മെനി സെൽസ്. മൈസീലിയം. ഇറ്റ് ഈസ് ദ ബോഡി ഓഫ് ഫംഗൈ കണ്ടെയ്ൻസ് മെനി ഹൈഫേ. ഫംഗസിന്റെ ബോഡീനെ മൈസീലിയം എന്നാണ് വിളിക്കുന്നത്. അതിൽ ഓരോ സ്ട്രാൻഡുകളും ഹൈഫേ. It is long, slender, thread-like structures. Some hyphae with a multi-nucleated cytoplasm are called xenocytic hyphae. ചില ഹൈഫകളിൽ ധാരാളം ന്യൂക്ലിയസുകൾ കാണുന്നു. അങ്ങനെയുള്ള കണ്ടീഷനെ സീനോസൈറ്റിക് എന്നാണ് വിളിക്കുന്നത്. Others have septate or cross walls in their hyphae. എക്സാമ്പിൾ പെനിസിലിയം. മറ്റുള്ള ഹൈഫകളിൽ ക്രോസ് വാൾ ഉണ്ട്, അല്ലെങ്കിൽ ഓരോ സെല്ലുകളെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ന്യൂക്ലിയസ് മാത്രമാണ് അത്തരം സെല്ലുകളിലുള്ളത്. പെൻസിലിയം പോലുള്ള ഫംഗസുകളിലാണ് അത്തരം ഹൈഫേ കാണുന്നത്. ദ സെൽ വാൾസ് ഓഫ് ഫംഗൈ ആർ കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്രൈഡ്സ്. സെൽവാളിൽ പ്രധാനമായിട്ടും കെമിക്കൽസ് എന്ന് പറയുന്നത് കൈറ്റിനും പോളിസാക്രൈഡ്സുമാണ്. ഇത്തരം കാര്യങ്ങൾ സാലിയന്റ് ഫീച്ചേഴ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായി നോക്കി വയ്ക്കുക. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. 3 വിധത്തിലുള്ള റീപ്രൊഡക്റ്റീവ് മെത്തേഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെജിറ്റേറ്റീവ് മെത്തേഡ്. ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിംഗ്. ഫ്രാഗ്മെന്റേഷൻ, ബോഡി പല കഷ്ണങ്ങളായിട്ട് മാറുന്നു, അത് ഡെവലപ്പ് ചെയ്ത് പുതിയ ഫംഗസ് ആയിട്ട് മാറുന്നു. ഫിഷൻ, ഇവിടെ ഫിഷൻ എന്ന് പറയുമ്പോൾ
ഫംഗൽ ബോഡി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതിൽ നിന്നും പുതിയ ഫംഗസുകൾ ഉണ്ടാകുന്നു. ബഡ്ഡിങ്, ഈസ്റ്റ് പോലുള്ളതിലാണ് ബഡ്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണുന്നത്. അണീക്വൽ ഡോട്ടർ സെൽസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അത് ഓരോന്നും ഡെവലപ്പ് ചെയ്ത് പുതിയ ഈസ്റ്റ് സെല്ലായിട്ട് മാറുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ സ്പോർട്സ്. ഏതൊക്കെ രീതിയിലുള്ള സ്പോർട്സ് ആണ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നത്? കൊണിഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ് മോട്ടൈൽ സ്പോർട്സ് ആണ്. സ്പൊറാഞ്ചിയോസ്പോർസ്, സ്പൊറാഞ്ചിയത്തിലാണ് ഇത്തരം സ്പോർട്സ് പ്രസന്റ് ആയിട്ടുള്ളത്. കൊണിഡിയ, പെൻസിലിയത്തിലാണ് കൊണിഡിയ. യൂണിന്യൂക്ലിയറ്റ് റൗണ്ടഡ് ബോഡീസ് ആണ് കൊണിഡിയ എന്ന് പറയുന്നത്. പെൻസിലിയം ഫംഗസിലാണ് കാണുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ ഊസ്പോർസ്, ആസ്കോസ്പോർസ്, ബെസിഡിയോസ്പോർസ്. ഓരോ ഫംഗസിന്റെ ക്ലാസ് അനുസരിച്ചാണ് ഓരോ തരം സ്പോർട്സിന്റെ പേരുകൾ കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഓഫ് സെക്ഷൽ സൈക്കിൾ. 3 ഘട്ടങ്ങളിലൂടെയാണ് സെക്ഷൽ സൈക്കിൾ കടന്നു പോകുന്നത്. ആദ്യത്തേത് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗാമേറ്റ്സ് കോൾഡ് പ്ലാസ്മോഗമി. ആദ്യത്തെ സ്റ്റെപ്പ് പ്ലാസ്മോഗമി എന്നാണ് പറയുന്നത്. അവിടെ 2 ഗാമേറ്റുകളുടെ, അത് മോട്ടൈൽ ഗാമേറ്റുകളാവാം നോൺ മോട്ടൈൽ ഗാമേറ്റുകളാവാം, അതിന്റെ പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷനാണ് നടക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ കോൾഡ് കാരിയോഗമി. അതിനുശേഷം ന്യൂക്ലിയസിന്റെ ഫ്യൂഷൻ നടക്കുകയാണ്. അതിനെ കാരിയോഗമി എന്നാണ് വിളിക്കുന്നത്. മൂന്നാമത് മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിംഗ് ഹാപ്ലോയിഡ് സ്പോർസ്. തുടർന്ന് മിയോസിസ് നടക്കുകയാണ്. സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മിയോസിസ് നടക്കുന്നു, ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ 3 സ്റ്റെപ്പുകളാണ് സെക്ഷൽ സൈക്കിളിൽ വരുന്നത്. ഇൻ സം ഫഞ്ചൈ 2 ഹാപ്ലോയിഡ് ഹൈഫേ കം ടുഗദർ ആൻഡ് ഫ്യൂസ് റിസൾട്ട്സ് ഇൻ ഡിപ്ലോയിഡ് സെൽസ്. ചില ഫംഗസുകളിലെ ഹാപ്ലോയിഡ് ഹൈഫേ ഫ്യൂസ് ചെയ്യുന്നു, തുടർന്ന് ഡിപ്ലോയിഡ് സെല്ലുകൾ ഫോം ചെയ്യുകയാണ്. ഡൈക്കാരിയോൺ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ഇങ്ങനെ ഡിപ്ലോയിഡ് കണ്ടീഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുകയാണ്. അത് പിന്നീട് ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ഡെവലപ്മെന്റിൽ കാണുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഹൗ ഡു ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് ഒക്കർ ഇൻ ഫംഗൈ? ഇൻ ആസ്കോമൈസിറ്റസ് ആൻഡ് ബെസിഡിയോമൈസിറ്റസ് ആഫ്റ്റർ പ്ലാസ്മോഗമി ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് ഒക്കേഴ്സ്. ഇത്തരം ഫംഗസുകളിൽ മാത്രമാണ്, ആസ്കോമൈസിറ്റസ്, ബെസിഡിയോമൈസിറ്റസ് ഗ്രൂപ്പുകളിലാണ് ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് ഫോം ചെയ്യുന്നത്. N+N, അവിടെ 2 ന്യൂക്ലിയൈ പെർ സെൽ, ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ് ഇരിക്കുന്ന അവസ്ഥയാണ് ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ലേറ്റർ ദീസ് ന്യൂക്ലിയൈ ഫ്യൂസ് ആൻഡ് സെൽസ് ബിക്കം ഡിപ്ലോയിഡ്. പിന്നീട് ന്യൂക്ലിയസുകൾ ഫ്യൂഷൻ നടക്കുകയാണ്, അങ്ങനെ ഡിപ്ലോയിഡ് കണ്ടീഷനിലേക്ക് എത്തുന്നു. ദ ഫംഗൈ ഫോം ഫ്രൂട്ടിംഗ് ബോഡീസ് ഇൻ വിച്ച് റിഡക്ഷൻ ഡിവിഷൻ ഒക്കേഴ്സ് ആൻഡ് ഫോംസ് ഹാപ്ലോയിഡ് സ്പോർസ്. ഇത്തരം ഫംഗസുകളിൽ അത്തരം ന്യൂക്ലിയസുകൾ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസുകൾ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നു, അങ്ങനെ ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു ഫ്രൂട്ടിംഗ് ബോഡീസിലാണ്. ആസ്കോമൈസിറ്റിസ് ആണെങ്കിൽ ആസ്കോ കാർപ്പ് എന്ന് പറയും. ബെസിഡിയോമൈസിറ്റിസ് ആണെങ്കിൽ ബെസിഡിയോ കാർപ്പ് എന്നാണ് അത്തരം ഫ്രൂട്ടിംഗ് ബോഡീസിനെ വിളിക്കുന്ന പേര്. ഇത്രയും കാര്യങ്ങളാണ് കിങ്ഡം ഫംഗൈയിൽ പഠിക്കാനായിട്ടുള്ളത്. വൈറസസ്. R. H. Whittaker not placed acellular organisms such as viruses, viroids, prions and lichens in 5 kingdom classification. Acellular organisms ആയതുകൊണ്ട് ഇത്തരം ജീവികളെ 5 kingdom ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയില്ല. Viruses are not considered true living because true cell structure is not found. ശരിക്കും വൈറസുകൾ ട്രൂ ലിവിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിന് കാരണം എന്താണ്? കൃത്യമായിട്ടുള്ള സെൽ സ്ട്രക്ചർ പ്രസന്റ് അല്ല എന്നുള്ളതുകൊണ്ടാണ്. ദ വൈറസസ് ആർ നോൺ സെല്ലുലാർ ഓർഗാനിസംസ് ദാറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹാവിംഗ് ആൻ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ ലിവിംഗ് സെൽ. അതായത് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് വൈറസുകളുടെ പുറത്ത് ഉള്ളത്. ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നോൺ ലിവിംഗ് സ്റ്റേറ്റ് ആണ് വൈറസിന് ഉള്ളത്.
ഇങ്ങനെയാണ് വൈറസുകളെ നമ്മൾ കാണുന്നത്. The name virus that means venom or poisonous fluid was given by Dmitry Ivanovsky. ഡിമിട്രി ഇവാനോസ്കി ആണ് വൈറസുകളെ വെനം അല്ലെങ്കിൽ പോയ്സണസ് ഫ്ലൂയിഡ് എന്ന് വിളിച്ചത്. He recognized certain microbes as causal organisms of mosaic disease of tobacco. അതായത് ടുബാക്കോ പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന മൊസൈക് ഡിസീസിന് കാരണം ഇത്തരം മൈക്രോബ്സ് ആണ് എന്നും മനസ്സിലാക്കുന്നു. These were found to be smaller than bacteria because they pass through bacteria-proof filters. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വൈറസുകൾ ബാക്ടീരിയയെക്കാളും സൈസ് കുറവാണെന്നും ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സിലൂടെ അത് കടന്നു പോകാൻ കഴിയും എന്നാണ് പറഞ്ഞത്. M.W. Bajornik demonstrated that the extract of infected plants of tobacco could cause infection in healthy plants and called the fluid as Contagium vivum fluidum or infectious fluid. M.W. Bajornik പ്രധാനമായിട്ടും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ എക്സ്ട്രാക്ട് ഹെൽത്തി പ്ലാന്റ്സിൽ ഇഞ്ചക്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഹെൽത്തി പ്ലാന്റ്സിൽ ഇൻഫെക്ഷന് കാരണമാക്കിയപ്പോൾ അത്തരം പ്ലാന്റ്സിന് ഡിസീസ് വന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനെ കൊണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്നാണ് വിളിച്ചത്. ഇൻഫെക്ഷസ് ലിവിംഗ് ഫ്ലൂയിഡ് എന്നും വിളിക്കും. W.M. Stanley showed that viruses could be crystallized and crystals consists largely of proteins. അതായത് വൈറസുകൾ ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടുന്നു. അതിലും പ്രധാനമായിട്ടും പ്രോട്ടീനുകളാണ് വൈറസുകളിലുള്ളത്. ദേ ആർ ഇനേർട്ട് ഔട്ട്സൈഡ് ദെയർ സ്പെസിഫിക് ഹോസ്റ്റ് സെൽ. അതായത് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഹോസ്റ്റ് സെല്ലിൻ്റെ പുറത്ത് ഇനേർട്ട് ക്രിസ്റ്റലൈൻ നേച്ചറാണ് അല്ലെങ്കിൽ നോൺ ലിവിങ് സ്റ്റേറ്റ് ആണ്. ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിൽ മാത്രമാണ് ലിവിങ് സ്റ്റേറ്റ് കാണിക്കുന്നത്. വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ്. അതായത് വൈറസ് ക്യാൻ ഗ്രോ, മൾട്ടിപ്ലൈ ആൻഡ് കോസസ് ഡിസീസ് ഇൻ ഹോസ്റ്റ് ബൈ യൂസിങ് ഹോസ്റ്റ് സെൽസ് പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി. ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ റൈബോസോം എന്ന് പറയുന്ന മെഷീനറി ഉപയോഗിച്ച് ന്യൂ വൈറസ് പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നു. അതൊരു ഹോസ്റ്റ് സെല്ലിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ലിവിങ് ഇൻസൈഡ് ദ ഹോസ്റ്റ് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് വൈറസസ്. ദ പ്രോട്ടീൻ കോട്ട് കോൾഡ് കാപ്സിഡ് മേഡ് അപ്പ് ഓഫ് സ്മോൾ യൂണിറ്റ്സ് കോൾഡ് കാപ്സോമിയേഴ്സ് പ്രൊട്ടക്ട് ദ ന്യൂക്ലിക് ആസിഡ് ദാറ്റ് കുഡ് ബി ഐദർ RNA ഓർ DNA. വൈറസുകൾക്ക് ഔട്ടർ പ്രോട്ടീൻ കോട്ടും അതുപോലെ ഇന്നർ ന്യൂക്ലിക് ആസിഡുമാണ്. അത് RNAയോ DNAയോ ആകാം. ഈ പ്രോട്ടീൻ കോട്ട് എന്ന് പറയുമ്പോൾ കാപ്സിഡ് എന്ന് പറയുന്ന പ്രോട്ടീൻ കോട്ടാണ്. ഓരോ കാപ്സിഡും കുറേ കാപ്സോമിയേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ ചെറിയ യൂണിറ്റുകളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വൈറസിലും RNAയും DNAയും രണ്ടും കാണുന്നില്ല എന്നുള്ളതാണ്. വൈറസസ് ദാറ്റ് ഇൻഫെക്ട് പ്ലാന്റ് ഹാവ് സിംഗിൾ സ്ട്രാൻഡഡ് RNA ആൻഡ് വൈറസസ് ദാറ്റ് ഇൻഫെക്ട് എനിമൽസ് ഹാവ് ഐദർ സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡഡ് RNA ഓർ ഡബിൾ സ്റ്റാൻഡഡ് DNA. ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളിൽ മിക്കവാറും സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ് കാണുന്നത്. എങ്കിൽ എനിമൽസിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറസുകളിൽ സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡഡ് RNAയോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡഡ് DNAയോ ആണ് കാണുന്നത്. ചില വൈറസുകൾ ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുന്നു. അത്തരം വൈറസുകളെ ബാക്ടീരിയോഫേജ് എന്നാണ് വിളിക്കുന്നത്. ഇത്തരം വൈറസുകളിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ് ഉള്ളത്. ഇവിടെ വൈറസുകളുടെ പിക്ചർ കൊടുത്തിരിക്കുന്നു. ഒരു ടുബാക്കോ മൊസൈക് വൈറസിൻ്റെയും ബാക്ടീരിയോഫേജിൻ്റെയും ചിത്രങ്ങൾ കാണിച്ചിരിക്കുകയാണ്. ഇതിൽ ഓരോ പാർട്ടുകളും ലേബൽ ചെയ്തിട്ടുള്ളത് വ്യക്തമായി നോക്കി മനസ്സിലാക്കുക. എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടിയാണ്. നെക്സ്റ്റ്, വൈറസ് ഡിസീസസ്. വൈറസസ് കോസ് ഡിസീസ് ലൈക്ക് മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പിസ് ആൻഡ് ഇൻഫ്ലുവൻസ. എയ്ഡ്സ് ഇൻ ഹ്യൂമൻസ് ഈസ് ഓൾസോ കോസ്ഡ് ബൈ എ വൈറസ്. സാധാരണ രീതിയിൽ എനിമൽസിലുണ്ടാകുന്ന വൈറൽ ഡിസീസുകൾക്ക് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്. ഇനിയും ധാരാളം വൈറൽ ഡിസീസുകൾ അടുത്ത് കേട്ടിട്ടുള്ള കൊറോണ വൈറസ്, അതുപോലെ തന്നെ ചിക്കൻ പോക്സ് വൈറസ്, ഇങ്ങനെ നിരവധി വൈറസ് ഡിസീസുകൾ അറിയാവുന്നതാണല്ലോ. ഇനി പ്ലാന്റ്സിലും ഇതുപോലെ തന്നെ വൈറസ് ചില സിംറ്റംസ് കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മൊസൈക് ഫോർമേഷൻ, ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്, യെല്ലോവിംഗ് ആൻഡ് വെയിൻ ക്ലിയറിംഗ്, ഡ്വാർഫിംഗ്
ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. അതായത് പ്ലാന്റ്സിലുണ്ടാകുന്ന ചില വൈറൽ ഡിസീസിന്റെ സിംറ്റംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ഭാഗങ്ങളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ പല പ്രാവശ്യമായിട്ട് വരാറുള്ളതാണ്. അത് കൃത്യമായി നോക്കി മനസ്സിലാക്കി പഠിക്കുക. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ഇൻ വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ യൂക്കാരിയോട്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അമോങ് ഓപ്ഷൻ എ 2 കിങ്ഡംസ്, ഓപ്ഷൻ ബി 4 കിങ്ഡംസ്, ഓപ്ഷൻ സി 3 കിങ്ഡംസ്, ഓപ്ഷൻ ഡി ഓൾ ദി 5 കിങ്ഡംസ്. ഇവിടെ 4 കിങ്ഡംസ് ആണ് യൂക്കാരിയോട്ടിക് കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, എനിമേലിയ. ആൻസർ 4 കിങ്ഡംസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കിങ്ഡംസ് ഡു വൈറസസ് ബിലോങ്സ് ടു? വൈറസസ് ഒരു കിങ്ഡത്തിലും ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നൺ ഓഫ് ദിസ് എന്ന ആൻസർ ആണ്. കാരണം വൈറസുകൾ എസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ വൈറസ് ഈസ് കൺസിഡർഡ് ആസ് ലിവിംഗ് ഓർഗാനിസം ആൻഡ് an obligate parasite when inside a host cell. But virus is not classified along with bacteria or fungi. What are the characters of viruses that are similar to non-living objects? Non-living ഒബ്ജക്റ്റുമായിട്ടുള്ള സിമിലാരിറ്റി കാണിക്കുന്നത് എന്താണ്? വൈറസസ് ആർ acellular ആൻഡ് ക്യാൻ ബി ക്രിസ്റ്റലൈസ്ഡ്. ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് നോൺ ലിവിംഗ് ഒബ്ജക്റ്റുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നത്. ഹൗ ഈസ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അഡ്വാൻറ്റേജസ് ഓവർ ദി 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? അതായത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനേക്കാളും ഉള്ള മേന്മകൾ എന്തൊക്കെയാണ്? In this classification, main criteria used by R.H. Whittaker include cell structure, thallus organization, mode of nutrition, reproduction, and phylogenetic relationship. These characters were not considered in 2 kingdom classification. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ മെയിൻ ക്രൈറ്റീരിയ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിത്ത് റെസ്പെക്ട് ടു ഫംഗൽ സെക്ഷൽ സൈക്കിൾ ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവന്റ്സ്. ഫംഗൽ സെക്ഷൽ സൈക്കിളിലെ ഏറ്റവും ആദ്യം പ്ലാസ്മോഗമിയാണ്, അതായത് പ്രോട്ടോപ്ലാസം ഫ്യൂഷനാണ്. അതിനുശേഷം ന്യൂക്ലിയർ ഫ്യൂഷനാണ്, കാരിയോഗമിയാണ്. പിന്നീട് സൈഗോട്ടിലെ മിയോസിസ് നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, the 2 nuclei per cell can be seen in fungal cell, but it later fuse in some members. Name such a type of fungal hyphae or mycelium. ഇത്തരം ഫംഗൽ ഹൈഫനെ വിളിക്കുന്ന പേര് ഡൈകാരിയോട്ടിക് മൈസീലിയം എന്നാണ്. 2 ന്യൂക്ലിയസ് ഒരു സെല്ലിൽ കാണുന്നത് കൊണ്ടാണ്. ഐഡന്റിഫൈ ദ ക്ലാസസ് ഓഫ് ഫഞ്ചി. ആസ്കോമൈസിറ്റസ് ആൻഡ് ബെസിഡിയോമൈസിറ്റസ് ഈ ക്ലാസ്സിൽ വരുന്ന ഫംഗസുകളാണ് പ്രധാനമായിട്ടും ഡൈകാരിയോൺ സ്റ്റേജ് കാണിക്കുന്നത്. നെക്സ്റ്റ്, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ബോട്ടണി ടീച്ചർ ബ്രോട്ട് എ ഡിസീസ്ഡ് പ്ലാന്റ് ഇൻ ദ ക്ലാസ്. ക്യാൻ യു ലിസ്റ്റ് എനി 2 സിംപ്റ്റംസ് ഓഫ് ഡിസീസസ് ദാറ്റ് ഹെൽപ്ഡ് ഹിം ടു ഐഡന്റിഫൈ ദ പാത്തോജൻ ആസ് വൈറസസ്? പ്രധാനമായിട്ടും പാത്തോജൻ വൈറസ് ആണെന്ന് തിരിച്ചറിയുന്ന 2 സിംപ്റ്റംസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൊസൈക് ഫോർമേഷൻ, വെയിൻ ക്ലിയറിംഗ്. മാർച്ച് 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ നെയിം വൈറസ് ദാറ്റ് മീൻസ് വെനം ഓർ പോയ്സണസ് ഫ്ലൂയിഡ് വാസ് ഗിവൺ ബൈ. ഇവാനോസ്കി ആണ് വൈറസിനെ വെനം അല്ലെങ്കിൽ പോയ്സണസ് ഫ്ലൂയിഡ് എന്ന് വിളിച്ചത്. നെക്സ്റ്റ്, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ എനിമൽ ഡിസീസ് കോസ്ഡ് ബൈ വൈറസസ്. എനിമൽസ് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വൈറസ് ഡിസീസുകൾ ഏതൊക്കെയാണ്? മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പിസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഡിസീസുകൾ. റൈറ്റ് ഡൗൺ ഷോർട്ട് നോട്ട് ഓൺ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗൈ. ഫംഗൈ ഫോം ചെയ്യുന്ന പ്രധാനപ്പെട്ട സിംബയോട്ടിക് അസോസിയേഷൻസ് ഏതൊക്കെയാണ്? 1. ലൈക്കൻസ്. ഫംഗൈ ഫോംസ് ആൻ അസോസിയേഷൻ വിത്ത് ആൽഗെ. ആൽഗയും ഫംഗസും തമ്മിലുള്ള അസോസിയേഷനാണ് ലൈക്കൻ. രണ്ടാമത്തെ, മൈക്കോറൈസ. ഫംഗൈ ഫോംസ് അസോസിയേഷൻ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. റൂട്ടും ഫംഗസും തമ്മിലുള്ള അസോസിയേഷനാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ റീപ്രൊഡക്ഷൻ ഇൻ ഫംഗൈ. 3 വിധത്തിലുള്ള റീപ്രൊഡക്ഷൻ ആണ് ഉള്ളത്. വെജിറ്റേറ്റീവ് മെത്തേഡ്, ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിംഗ്. രണ്ടാമത്തേത് അസെക്ഷൽ മെത്തേഡ്, ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ സ്പോർസ് കോൾഡ് കൊണിഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ്, സൂസ്പോർസ്. ഈ രീതിയിലുള്ള
റീപ്രൊഡക്ഷൻ ആണ് കാണുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ oospores, ascospores ആൻഡ് basidiospores. ഇതാണ് 3 വിധത്തിലുള്ള റീപ്രൊഡക്ഷൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു ഡൈകാരിയോട്ടിക് സ്റ്റേജ് ഒക്കർ ഇൻ ഫംഗൈ? ഇൻ ആസ്കോമൈസിറ്റസ് ആൻഡ് ബസിഡിയോമൈസിറ്റസ് ആഫ്റ്റർ പ്ലാസ്മോഗമി dikaryotic stage occurs n+n for some time. Later, these nucleus fuse and the cells become diploid. ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ് വീതം വരുന്ന കണ്ടീഷനെയാണ് ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. ഇത് പ്രധാനമായും ആസ്കോമൈസിറ്റസ്, ബസിഡിയോമൈസിറ്റസ് ഫംഗസുകളിലാണ് കാണുന്നത്. നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ ഫോർ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഫംഗൈ. ഫംഗസിൻ്റെ പ്രധാനപ്പെട്ട പൊതു സ്വഭാവങ്ങൾ. മൈസീലിയം, ഇറ്റ് ഈസ് ദ ബോഡി ഓഫ് ഫംഗൈ കണ്ടെയ്ൻസ് മെനി ഹൈഫേ. രണ്ടാമത്തെ, സം ഹൈഫേ വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം കോൾഡ് സീനോസൈറ്റിക് ഹൈഫേ. ചില ഫംഗസുകളിൽ മോർ ദാൻ 1 ന്യൂക്ലിയസ് കാണുന്നുണ്ട്. അത്തരം ഹൈഫേ സീനോസൈറ്റിക് ഹൈഫേ എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ, സം ഫംഗൈ ഹാവ് സെപ്റ്റേറ്റ് ഓർ ക്രോസ് വാൾസ് ഇൻ ദെയർ ഹൈഫേ. സെപ്റ്റിയുള്ളത് അല്ലെങ്കിൽ ക്രോസ് വാൾ ഉള്ളതുമായിട്ടുള്ള ഫംഗസുകളുണ്ട്. അതിന് എക്സാമ്പിൾ പെൻസിലിയമാണ്. നാലാമത്തെ, ദ സെൽ വാൾസ് ഓഫ് ഫംഗൈ ആർ കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. ഫംഗസുകളിൽ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിനും പോളിസാക്കറൈഡും കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നോക്കാനായിട്ടുള്ളത്. പാഠഭാഗങ്ങൾ കൃത്യമായി നോക്കി മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്കെല്ലാം ഫുൾ മാർക്ക് മേടിക്കാൻ ഈ ക്ലാസ് കൊണ്ട് കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്നായി പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.